മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന വത്തിക്കാനിലെ കോൺക്ലേവും വിവാദമായ കോൺക്ലേവ് സിനിമയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും സമാനതകളില്ലെന്നും വ്യക്തമാക്കി കർദിനാൾമാരിലെ ബേബി കർദിനാൾ മൈക്കോള ബൈച്ചോക്ക്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കോൺക്ലേവ് എന്ന ഹോളിവുഡ് സിനിമ പുതിയ പാപ്പായുടെ തെരഞ്ഞെടുപ്പിന് കോൺക്ലേവ് ചേർന്ന സാഹചര്യത്തിൽ ഏറെ വൈറലായിരുന്നു. $20 മില്യൺ ബജറ്റിൽ നിർമ്മിച്ച കോൺക്ലേവ് സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. യഥാർത്ഥ കോൺക്ലേവ് നടന്ന മെയ് മാസത്തിൽ കോൺക്ലേവ് സിനിമ കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ്. എന്നാൽ കോൺക്ലേവ് സിനിമ സത്യമല്ലെന്ന് കർദിനാൾ ബൈച്ചോക്ക് തുറന്നു പറയുന്നു. പത്രോസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് ചേർന്ന കോൺക്ലേവിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ ഇലക്ടറായിരുന്നു മൈക്കോള ബൈച്ചോക്ക്. വിവാദമായ സിനിമ കോൺക്ലേവ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് പറഞ്ഞു തരുന്നതാണെന്ന് ചിലരൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? പൗരസ്ത്യ സഭയായ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ കർദിനാൾ മൈക്കോള ബൈച്ചോക്ക് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സത്യവും സിനിമയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അക്കമിട്ട് നിരത്തുന്നു. താൻ സിനിമ കണ്ടിരുന്നുവെന്നും എന്നാൽ അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ സിനിമ വിവാദമായിരുന്നു, പ്രത്യേകിച്ച് പ്രാർത്ഥനയെക്കുറിച്ച്. കോൺക്ലേവ് സിനിമയിൽ കർദിനാൾമാർ കോൺക്ലേവിനിടെ ഒരു തവണ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ പേപ്പൽ കോൺക്ലേവിന്റെ പ്രാഥമിക ലക്ഷ്യം പ്രാർത്ഥിക്കുക എന്നതാണ്. വോട്ട് ചെയ്യലിന് സിനിമയിൽ ഏറെ പ്രാധാന്യം നൽകുമ്പോൾ വോട്ട് എന്നത് യഥാർത്ഥ കോൺക്ലേവിൽ രണ്ടാമത്തെ കാര്യമാണ്. അതിന് വിപരീത ഉള്ളടക്കമാണ് സിനിമയിൽ ഉള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നതെങ്കിൽ സിനിമകളിൽ നിന്നും കൃത്രിമ ബുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലത്. കോൺക്ലേവ് സിനിമയിലെ രാഷ്ട്രീയ വിഭാഗങ്ങളെക്കുറിച്ചുള്ള ചിത്രീകരണത്തോടും കർദിനാൾ വിയോജിച്ചു. കർദിനാൾമാരുടെ മാത്രമല്ല പുരോഹിതരുടെയും പ്രധാന ദൗത്യം ദൈവവചനം പ്രഘോഷിക്കുക എന്നതാണ്. ഈ പാർട്ടിയിലോ ആ പാർട്ടിയിലോ ആയിരിക്കുക എന്നതല്ലെന്ന് കർദിനാൾ ബൈച്ചോക്ക് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കൃത്യതയില്ലെന്ന് കർദിനാൾ പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്നാണ് കർദിനാൾ ബൈച്ചോക്ക് കോൺക്ലേവിനെ വിശേഷിപ്പിച്ചത്. കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫോൺ ഓഫാക്കാൻ ശ്രമിക്കുക. ഒരു ശ്രമം നടത്തൂ. എന്റെ ഫോൺ കോൺക്ലേവ് കാലയളവിൽ 2.5 ദിവസത്തേക്ക് ഓഫായിരുന്നുവെന്ന് കർദിനാൾ പങ്കുവയ്ക്കുന്നു. ഫോൺ നിരോധനം വ്യക്തത കൈവരിക്കാൻ സഹായകമായി. കോൺക്ലേവിൽ ഞാൻ പൂർണ്ണമായും സമാധാനത്തിലായിരുന്നു. പൂർണ്ണ നിശബ്ദതയിൽ ജപമാലയെടുത്ത് പ്രാർത്ഥിച്ചു എന്നാണ് കർദിനാൾ ബൈച്ചോക്ക് കോൺക്ലേവ് മധുരസ്മരണകൾ പങ്കുവച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാളായ മൈക്കോള ബൈച്ചോക്ക് പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 20 വർഷം പിന്നിട്ടു. പൗരസ്ത്യ സഭയായ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭാംഗമായ കർദിനാൾ ബൈച്ചോക്ക് തിരുപ്പട്ടം സ്വീകരിച്ചതിന്റെ 20ാം വാർഷികം ഇക്കഴിഞ്ഞ മെയ് 5-നാണ് ലളിതമായി ആചരിച്ചത്. 2020 മുതൽ മെൽബണിലെ യുക്രൈൻ രൂപതയുടെ അധ്യക്ഷ പദവിയിൽ തുടരുന്ന കർദിനാൾ ബൈച്ചോക്കിനെ 2024 ഡിസംബർ 7-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്.